ഇപ്പൊ ചെറുപ്പകാലങ്ങളിലൊക്കെ കുസൃതിയും വികൃതിയും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. അവിടെ നമ്മൾ ഉപദേശം എന്ന് പറഞ്ഞാൽ അവരെ കയ്യിലെടുത്തുകൊണ്ടുള്ള ഉപദേശമാണ്. അതേ അവിടെ നടക്കൂ, മറ്റൊന്നും നടക്കൂല. കാരണം അവരെ കുസൃതിയുടെ ഒരു ലോകമാണ്, വികൃതിയുടെ. അപ്പോൾ നമ്മൾ ആക്ഷേപിക്കരുത്. ഞാൻ ഉപ്പമാരോട് പറയട്ടെ, എത്ര ഒരു കുട്ടി വികൃതി കാണിച്ചാലും ശപിക്കരുത്, ഒരിക്കലും ശപിക്കരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മക്കളെ, പേരമക്കളെ ശപിക്കരുത്. കുസൃതികളൊക്കെ ചിലപ്പോ നഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് അവരെ കുസൃതി കൊണ്ട് ചിലപ്പോ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ സഹിക്കണം. കാരണം നമ്മൾ അതിനേക്കാളും വലിയ കുസൃതിയായിരുന്നു. അന്ന് ആ കുസൃതിയുടെ ലോകം നമുക്ക് ഇന്നാണെങ്കിൽ ഇവരെക്കാളും വലിയ കുസൃതിയായിരിക്കും നമ്മൾ. പക്ഷെ നമ്മൾ ആ കാലത്ത് ഇത്ര സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് അത് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് മാത്രം. ഇപ്പൊ നമ്മളെ വീടും മറ്റുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ കുട്ടികൾ ആ സൗകര്യങ്ങളിലേക്കൊക്കെ അവര് കടന്നാക്രമണം നടത്താൻ തുനിയും. ആക്ഷേപിക്കരുത് ഒരിക്കലും. ഒരു മകനെയും ഒരു മകളെയും ബാപ്പമാരെ ഉമ്മമാരെ ശപിക്കരുത്. ശാപം തട്ടിച്ചു പോകരുത്. വളരെ ഗുരുതരമായ പ്രത്യാഘാതം അതുകൊണ്ടുണ്ടാകും. നമ്മളുടെ ഒരു ശാപം കാരണം വളർച്ച മുരടിപ്പിലേക്ക് പോകും, നശിച്ചു പോകും. അപ്പോ ഒരു തെറ്റ് കണ്ടു എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. ആ കുട്ടി ചെയ്യുന്നത് തീർത്തും തെറ്റാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ളൊരു പക്വത എത്തിയിട്ടില്ലെങ്കിൽ അതിനെ ശപിക്കരുത്. എന്താ കുട്ടി ചെയ്യുന്നത്? ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്താണ് ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണത്തിലേക്ക് പുറത്തെങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ നല്ല കളിമണ്ണ് ഇങ്ങനെ പുരട്ടിയിട്ട് അതിങ്ങനെ ഒരു ചിരട്ടയിലേക്ക് ഇങ്ങനെ കോരിയെടുത്ത് ഉണ്ടാക്കിയ നല്ല ഭക്ഷണത്തിലേക്ക് അത് കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴിക്കുകയാണ്. അത് അവരുടെ ഒരു ലോകമാണ്. പക്ഷെ അപ്പോൾ അവരെ ആക്ഷേപിക്കരുത്, ശപിക്കരുത് ഒരിക്കലും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഒരു കരച്ചിലിന്റെ ശബ്ദം കേട്ടാൽ ഉടനെ തങ്ങൾ ഇറങ്ങി. റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മക്കൾ കരയുന്നത്? ഇപ്പൊ ചിലര് ഒരുപക്ഷെ പറയും കുറച്ചൊക്കെ അങ്ങനെ കരഞ്ഞോട്ടെ എന്നാലേ നന്നാകുള്ളൂ. നമ്മുടെ റഹ്മത്തിന്റെ റഅഫത്തിന്റെ ഖൽബ് ഒറ്റിപ്പോകരുത് ഒരിക്കലും.